വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ദൈവിക പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ വീശപ്പെടാൻ വേണ്ടി ഉള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തരണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, നിൻ്റെ പുത്രൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് എൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവിടുന്ന് എൻ്റെ പ്രകാശം തൻ്റെ ഹൃദയങ്ങളിൽ നിറച്ചു. നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നുണ്ട്, ഒരു ആശ്വാസം തേടി നടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞ് അല്ലേ, ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ നേടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ആ ഒരു പ്രശ്നത്തെ പ്രശ്നമായിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ അത് തന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് ശരിക്കും ആ ഒരു പ്രശ്നം ഒരു അന്ധകാരമാണെന്ന് വെച്ചു. അപ്പം ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരു അന്ധകാരത്തെ നമ്മൾ വിളിച്ച് വരുത്തുകയാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം എന്ന് പറയുന്നത് ദൈവവിചാരം നഷ്ടപ്പെടുന്നതാണ്. കാരണം ആ ഒരു പ്രശ്നത്തിന് ദൈവം ഒരു സൊല്യൂഷനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ചിന്തയിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു അന്ധകാരം എന്ന് പറയുന്നത്. അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദൈവത്തെ വിസ്മരിച്ചു, ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവത്തെ മറന്നുള്ളൊരു ജീവിതത്തിൽ അന്ധകാരങ്ങളായിരിക്കും മൊത്തം, അല്ലേ? അന്ധകാരത്തിലേക്ക് വലിച്ചെറിയും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല. അവിടെ വിലാപവും പല്ലുകടിയായിരിക്കും എന്നാണ് പറയുന്നത്. വിലാപവും പല്ലുകടിയായിരിക്കും, അല്ലേ? അണലി സന്തതികളെ വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുന്നു എന്നൊക്കെ സ്നാപയോഹന്നാൻ പറയുന്നില്ലേ? ഒരു ഹൃദയത്തെ വിശുദ്ധീകരിക്കുവൻ, ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെ വെട്ടി അന്ധകാരത്തിലേക്ക് വലിച്ചെറിയും. അവിടെ വിലാപവും പല്ലുകടിയായിരിക്കും. നമ്മൾ ഈ വിലപിക്കുക, എപ്പോഴും ഇരുന്ന് വിലപിക്കുക, ഇങ്ങനെയായി അങ്ങനെയായി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ പല്ലുകടിയാണ്. അപ്പം ശരിക്കും ആ ഒരു അന്ധകാരം മാറ്റപ്പെടണം. കാരണം ദൈവം ഇല്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഈ അന്ധകാരം കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഓരോ കാര്യത്തിൽ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കുഞ്ഞിങ്ങനെ വിഷയമുണ്ട്, ഈ കുഞ്ഞിനിങ്ങനെ വിഷയമുണ്ട്, ഈ കുഞ്ഞിനിങ്ങനെ പ്രശ്നമുണ്ട്. കാരണം പറഞ്ഞ് അത് പ്രശ്നമായിട്ട് തന്നെ കാണുമോ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു മഹാമാരിയെ തരണം ചെയ്ത് അപ്പുറം കടന്നുകൊണ്ടിരിക്കുക. ഇത് വലിയൊരു പ്രശ്നമാണ് ജീവിതത്തിൽ. ഇത് പ്രശ്നമായിട്ടെടുത്താൽ പ്രശ്നമാണ്. പക്ഷെ അതിനുള്ളിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റണം. ചിലർ ഇങ്ങനെ ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിലും പണ്ടുകാലത്ത് ഇങ്ങനെ കുറേ ചിന്താഗതികളൊക്കെ വന്നിട്ടുണ്ട്. ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ വേണ്ടാതിനം ചെയ്തിട്ടുണ്ടോ? വല്ല മന്ത്രവാദമോ കൂടോത്രമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കെതിരെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പം നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു, ജസ്റ്റ് എൻ്റെ ഒരു കല്ലിൽ കാല് തട്ടി ഒന്ന് വീണിട്ട് എണീക്കുമ്പോഴേ പറയുക, എനിക്ക് വേണ്ടി ആരോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണത്. അങ്ങനെ ഈ ഒരു ചിന്ത നമ്മുടെ തലയിൽ കയറിയിട്ട് ഇങ്ങനെ അന്ധമാക്കി കളയുക. ദൈവികമായ ഒരു ചിന്ത പോലും ഇല്ല. അങ്ങനെ ഇങ്ങനെ അന്ധമാക്കുക. എന്നിട്ട് കംപ്ലീറ്റ് നമ്മുടെ അന്ധതയിലേക്ക് നയിക്കപ്പെടുക. പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പറയും, ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി എനിക്കെതിരെ ആരോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓഫീസിൽ ചെറിയൊരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ പറയും, ഞാൻ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ വീലൊന്നൊരു കുഴിക്കാതിറങ്ങിയാൽ പറയും, ഞാൻ ആക്സിഡൻ്റായി മരിക്കാൻ വേണ്ടി ആരോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അന്ധമായിരിക്കും. അങ്ങനെ അന്ധമായ ഒരു ചിന്താഗതിയിൽ
നല്ലൊരു ഒരു ഡെലിവറൻസോ നമ്മുടെ ചിന്തയുടെ കെട്ടുകളൊക്കെ അഴിച്ചിരുന്ന പോലെ നല്ലൊരു ആത്മീയ ഒരു ഉണർവിൽ നമ്മുടെ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോയാൽ തന്നെ നാളെ ഒരു പ്രശ്നം വന്നാലും നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യും. എനിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു, ഇതുപോലെ കണക്ട് ചെയ്യും. നമുക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം കർത്താവ് ഇങ്ങനെ ഒരു വിഷൻ പോലെ ഇങ്ങനെ കാണിച്ചു തന്നു. ഭയങ്കര ഇരുട്ടാണ് ഒരു റൂം, ഭയങ്കര കൂരിരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണത്തില്ല, അതുപോലെ ഇരുട്ട്. ആ ഇരുട്ടിനകത്ത് കർത്താവ് ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. ആ സകല അന്ധകാരത്തെ നീക്കാനായിട്ട് ആ ഒരു ചെറിയ തിരിവട്ടം മതി, എന്ത് വലിയ അന്ധകാരവും നീങ്ങിപ്പോകാനായിട്ട്. ഇതുപോലെ തന്നെ എന്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു പോസിറ്റീവ് ഹോപ്പ് മതി. ഹോപ്പ് നെവർ എൻഡ്സ് എന്നല്ലേ പറയുന്നത്, പ്രത്യാശ ഒരിക്കലും നശിക്കുന്നില്ല. ഒരു ചെറിയ ഒരു സാധനം മതി, നമുക്ക് എന്ത് വലിയ പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ പറ്റും. അതുകൊണ്ട് വചനം വ്യക്തമായിട്ട് പറയുന്നത് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു, എന്നുവെച്ചാൽ സകല അന്ധകാരത്തെയും നീക്കിക്കളഞ്ഞു. കാരണം ഹൃദയത്തിലാണല്ലോ ചിന്ത വേരൂന്നിരിക്കുന്നത്. ചിന്തയാണല്ലോ എല്ലാ പ്രവൃത്തിയുടെ ആരംഭം. ഈ ചിന്തയിൽ നമ്മളിങ്ങനെ കെട്ടിക്കിടക്കുക, അന്ധകാരം നിറഞ്ഞിരിക്കുക. ആ സകല അന്ധകാരത്തെ നീക്കാനായിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു തിരിവട്ടം കത്തിച്ച് വെച്ചു. ആ തിരിവട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ പലപ്പോഴും ഞാൻ അങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു റിലീഫായിരുന്നു. പെട്ടെന്നൊരു റിലീഫ്. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സംഭവങ്ങളെല്ലാം അങ്ങ് പോകാൻ തുടങ്ങി. നമ്മൾ ദൈവത്തെ മാത്രം കാണാൻ തുടങ്ങി. കാരണം എത്ര വലിയ കെട്ടിനെയാണെങ്കിലും പൊട്ടിക്കാനായിട്ട് കർത്താവിന് പറ്റും. കാരണം മാമോദിസ വെള്ളം തലയെ വീണ നമ്മൾ ഏറ്റവും വലിയൊരു മുദ്രയാണത്. ആ ഒരു മുദ്ര ചൂടി നടക്കുന്ന നമ്മളെ ഏത് ശക്തി നമ്മളെ കീഴ്പ്പെടുത്താനാ? അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തിന് തോൽപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പൈശാചിക ശക്തികളുണ്ടോ? അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങി. കാരണം യേശുവിൻ്റെ രക്തത്തിന് ചെയ്യാൻ പറ്റാത്ത, എൻ്റെ മരണത്തെ പോലും തോൽപ്പിച്ചവന് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല, യേശുവിൻ്റെ രക്തത്തിന് എന്താ ശക്തിയില്ലേ? അപ്പോൾ നമ്മളെയൊക്കെ നയിക്കുന്ന വിശ്വാസമാണോ ഭയമാണോ? കാരണം ഒരു ചെറിയ ഇതുപോലത്തെ ഒരു നെഗറ്റീവായിട്ടൊരു സാധനത്തിനെ ഞാൻ പേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ, ദൈവത്തിന് കൊടുക്കുന്നൊരു മഹത്വം അതിലും താഴെയാണ്. അതുകൊണ്ടല്ലേ ഇവനെ പേടിക്കുന്നത്, ശരിയല്ലേ? ഇവനെ പേടിക്കുന്നത് കാരണം കർത്താവിന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാനൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കും, യേശുവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് തിരുരക്തത്താൽ എന്നെ പൊതിയണേ എന്ന് പറയും. കാരണം നമ്മൾ പൊതിയപ്പെടും. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, എൻ്റെ ശരീര മനസ്സാത്മാവ് യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. അങ്ങനെ പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചുറ്റും യേശുവിൻ്റെ രക്തം ഇങ്ങനെ മൂടി കവർ ചെയ്ത് നിൽക്കുക. ആ രക്തത്തെ ബ്രേക്ക് ചെയ്ത് ഏത് പൈശാചിക ശക്തിയാണ് നമ്മളെ ആക്രമിക്കുന്നത്? ഇനി എൻ്റെ നോട്ടം യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. അങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുമ്പോൾ ഏത് തിന്മയാണ് എൻ്റെ കണ്ണിലോട്ട് ഇടിച്ചു കയറുന്നത്? യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ചെവികൾ, കാതുകൾ മൂടപ്പെടട്ടെ. ഏത് തിന്മയാണ് എൻ്റെ ചെവിക്കുള്ളിലേക്ക് കയറുന്നത്? യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ നാവ് പൊതിയപ്പെടട്ടെ. ഏത് തിന്മയാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്ത് വരുന്നത്? യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ചിന്ത പൊതിയപ്പെടട്ടെ. ചിന്തയിൽ മാലിന്യം കടന്നുകൂടുമോ? യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ കരങ്ങൾ പൊതിയപ്പെടട്ടെ. കരങ്ങൾ പാപത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിലേക്ക് നയിക്കപ്പെടുമോ? ഇല്ല. എന്നിട്ട് യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ജീവിത പങ്കാളി പൊതിയപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ കുഞ്ഞുങ്ങൾ പൊതിയപ്പെടട്ടെ. എൻ്റെ ഭവനം പൊതിയപ്പെടട്ടെ. ഭവനത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവകൾ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. ഭവനത്തിൻ്റെ ചുറ്റും രക്തക്കൊട്ടയാൽ കോട്ട കെട്ടപ്പെടട്ടെ. നമ്മുടെ വാഹനങ്ങൾ തിരുരക്തത്താൽ പൊതിയപ്പെടട്ടെ. എൻജിൻ പാർട്സ് എല്ലാം തിരുരക്തത്താൽ പൊതിയട്ടെ. നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. മുമ്പും പിമ്പും വരുന്ന വാഹനങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. സൈഡിലൂടെ പോകുന്ന വാഹനങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. വഴിയാത്രക്കാർ പൊതിയപ്പെടട്ടെ. നമ്മുടെ സംസാരം യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. നമ്മുടെ നോട്ടം യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. നമ്മുടെ കേൾവി യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. ഇന്ന് കാണുന്ന വ്യക്തികൾ, ഇടപെടുന്ന വ്യക്തികൾ, ബന്ധപ്പെടുന്ന വ്യക്തികൾ എല്ലാം യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. അങ്ങനെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളെ ഏത് ശക്തിയാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്? ഒന്നും ആക്രമിക്കില്ല. ആ ഒരു ചിന്തയാവുന്നൊരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം ക്രിസ്തുവാനോട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിനകത്തൊക്കെ കർത്താവ് പറയുന്നത്, നീ ലോകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 14-ാം വചനം, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ്. ആരും വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ, അല്ലെ പീഠത്തിൻ്റെ അടിയിൽ വെക്കാറില്ല. അത് പീഠത്തിൻ്റെ മുകളിലാണ് വെക്കുന്നത്. മുകളിൽ വെച്ച് കഴിയുമ്പോൾ അത് ആ ഭവനത്തിലുള്ളവർക്കെല്ലാം പ്രകാശമാകും.
ഒരു ഗ്രഹനാഥൻ നെഗറ്റീവായിട്ടൊരു കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട് മൊത്തം അന്ധകാരമായിരിക്കും. ഫുള്ളൊരു നെഗറ്റീവ്സമായിരിക്കും മൊത്തം. പണ്ട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ചില ആൾക്കാരുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും അവിടെ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കും. കാരണം കുറേ നെഗറ്റീവ് ചിന്താഗതികളുണ്ട്. ഇങ്ങനെ എന്ത് കണ്ടാലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കുന്നവരുണ്ട്. ഒരു റൂമിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും കാണും, എന്നാലും ഒരു കുറവ് അവിടെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾക്കൊരു കുറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ജനറലൈസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണ, ഒരു വൈദികനിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എല്ലാ വൈദികരും ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയെ വീട്ടിൽ മൊത്തം ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ സ്പ്രെഡാവുക, ഒരു അന്ധകാരം സ്പ്രെഡാവുക. ഈ അന്ധകാരം പിള്ളേരുടെ ചിന്താഗതിയെ പിടിച്ച് അന്ധമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പള്ളി വരത്തില്ല. അപ്പോൾ ഇവരോടുള്ള ദേഷ്യം കൂടെ പള്ളി വരത്തില്ല. പള്ളി വരാതെ വന്നു കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ആഴം അവർക്ക് ഉണ്ടാകത്തില്ല. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി മറികടക്കാൻ പറ്റത്തില്ല. ഇനി ചിലരിങ്ങനെ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലെന്നേ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു അന്ധകാരത്തിൻ്റെ കെട്ടുകളാൽ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കും. അവിടെയാണ് വചനം പറയുന്നത്, ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ അന്ധകാരം മാറ്റപ്പെടണമെങ്കിൽ, ഈ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കത്തിക്കണമെങ്കിൽ അത് വചനമാണ്, അല്ലേ? വചനം മാംസം ധരിച്ചാണല്ലോ യേശു ക്രിസ്തുവായിട്ട് അവതാരം എടുത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ യേശുവിൻ്റെ അതിരത്തിലൂടെ വന്ന ഈ വചനങ്ങൾ, അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ധകാരത്തിൻ്റെ നടുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഓരോ പ്രശ്നത്തിനും ആപ്റ്റായിട്ടുള്ളൊരു വചനം എടുത്തിട്ട് ആ വചനമാകുന്ന തിരി പതുക്കെ കത്തിക്കണം. ഈ ഹൃദയത്തിനകത്ത് കത്തിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്, നേരത്തെ പറഞ്ഞ പോലെ എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്നൊരു ചിന്ത വരുവാണെങ്കിൽ നമ്മൾ ഈ വചനം പറയണം. എന്നെ ശക്തനാക്കുന്നവരോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ വചനം, കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിലാണ് വിശ്രമിക്കുന്നത്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഉണർന്നെഴുന്നേക്കും, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഇങ്ങനെ പറയണം. ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, ഉറക്കം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലാണെങ്കിൽ ഇത് ചൊല്ലി പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദറൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റൊക്കെ ആയിട്ട് നട്ടലിൻ്റെ 8 കണ്ണിയൊക്കെ പൊട്ടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നൊരു സമയം, ഒരു ദിവസം ഇങ്ങനെ മരണത്തോട് അടുക്കുന്നൊരു സമയത്ത് ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. അമ്മ ഇങ്ങനെ കരച്ചിലാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയെ പഠിപ്പിക്കുന്ന വാർഡൻ സിസ്റ്റർ അതുവഴി നടന്നു വന്നു. ആ സിസ്റ്റർ ഒരു വചനമാണ് പറഞ്ഞത്, ജ്ഞാനം 16:12, എനിക്ക് നിങ്ങൾക്കായി തരാണ്ട് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന മരുന്ന്, ലേപന, ഔഷധമൊന്നുമില്ല. എനിക്ക് നിങ്ങൾക്കായി തരാണ്ട് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. എൻ്റെ അമ്മ 2 കൈ നീട്ടി പിടിച്ച് നിന്നു. സിസ്റ്റർ ഒരു ഈ KSRTC ബസ് ടിക്കറ്റിൻ്റെ ബാക്കിൽ ഒരു വചനം കുറിച്ച് വന്നു, സങ്കീർത്തനം 107:20, അവിടുന്ന് തൻ്റെ വചനം അയച്ചു, അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആ ഒരു വചനം ഇങ്ങനെ ഒരു KSRTC ബസ് ടിക്കറ്റിൻ്റെ പുറകിൽ എഴുതി തന്നത്. ഇതും വെച്ചിട്ട് ഈ റൂമിനകത്ത് കയറിയിട്ട് ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10,000 സൂര്യനെക്കാട്ടിലും പവറുള്ള അങ്ങയുടെ വചനം അയക്കണമേ, ഞങ്ങളെ ഈ വിനാശത്തിൽ നിന്ന് സൗഖ്യമാക്കണമേ. ഈ സങ്കീർത്തനം 107:20, അവിടുന്ന് എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ച കർത്താവേ, ഈ വിനാശത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചേക്കണമേ. ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതൊരു തിരിയാണ്. കാരണം രോഗത്തിൻ്റെ ഒരു അന്ധകാരത്തിൽ മരണത്തോടടുക്കുന്ന ഒരു പിതാവിൻ്റെ മുമ്പിൽ നിന്ന് ഒരു മകനും ഒരു ഭാര്യയും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ ഒരു അന്ധകാരത്തിൻ്റെ നടുക്ക് ഒരു തിരി കത്തിച്ച് വെക്കാൻ തുടങ്ങി, സകല അന്ധകാരത്തെ നീക്കാൻ തുടങ്ങി. ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 10-20 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഡോർ തട്ടി. ഞാൻ കഥ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല, പക്ഷേ നേരെ കണ്ടത് ഒരു നിത്യാരാധന ചാപ്പൽ, അവിടെ 24 hours ആരാധനയുണ്ട്. ആ ആരാധനയുടെ നടുക്ക് ഞാനിങ്ങനെ കണ്ടു ഒരു രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു ഹൃദയം. അതിങ്ങനെ ബ്ലീഡ് ചെയ്ത് ബ്ലഡ് ഇങ്ങനെ ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. സാവധാനം അതങ്ങ് മറഞ്ഞു. പപ്പ കിടക്കുന്ന റൂം നിറച്ച് പച്ച ബ്ലഡിൻ്റെ സ്മെല്ല് വീശാൻ തുടങ്ങി, പച്ച രക്തത്തിൻ്റെ മണം. അപ്പം ഇങ്ങനെ പപ്പ സാവധാനം ഉറങ്ങാൻ തുടങ്ങി. അതിന് മുമ്പ് ഉറങ്ങാൻ പേടിയാണ്, കണ്ണിങ്ങനെ തുറന്നു തന്നെ ഇരിക്കും, കണ്ണടയ്ക്കാൻ പേടിയാണ്. അങ്ങനെ സാവധാനം അന്ന് 4-5 മണിക്കൂർ കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, എടാ എൻ്റെ വേദനയൊക്കെ അങ്ങ് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു, എൻ്റെ പുറത്തുകൂടി എന്തോ ഒഴുകുന്നു, ബ്ലഡിൻ്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു നോക്കി, ഇല്ല പപ്പ പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം പറഞ്ഞില്ലടാ, എൻ്റെ പുറത്തുകൂടി എന്തോ ശക്തമായിട്ട് ഒഴുകുന്നു, ബ്ലഡിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോ അവൻ്റെ തിരുരക്തം കൊണ്ട് ആക്സിഡൻ്റ് എന്ന സ്ഥലം കഴുകി വിശുദ്ധീകരിക്കുകയായിരുന്നു. ആ രക്തം സകല അന്ധകാരത്തെയും
നീക്കും. അവൻ്റെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. അവൻ്റെ രക്തം, അവൻ കുരിശിൽ ചിന്തിയ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കാൻ തുടങ്ങും. അവൻ സകല അന്ധകാരത്തിൻ്റെ കെട്ടുകളെയും അവൻ്റെ രക്തം കൊണ്ട് സൗഖ്യപ്പെടുത്തും. സകല വിനാശത്തെയും അവൻ നീക്കും. അവിടുന്ന് എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആ തിരുനാളം കത്തിക്കാൻ തുടങ്ങി. അവിടെ തിരുനാളം കത്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഓട്ടിച്ചെന്ന് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഒരു മാറ്റമുണ്ട് എന്ന്. അപ്പോഴത്തേക്ക് സിസ്റ്റർ അടുത്തൊരു വചനം തരുന്നു. അപ്പോൾ ഓൾറെഡി ഈ ഒരു തിരി ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഈ സങ്കീർത്തനം 107:20 ഈ തിരി കത്തി നല്ലൊരു പന്തം പോലെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തൊരു തിരി ഞങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും ചേതനയിൽ ആത്മാവിലും സന്ധിബന്ധങ്ങളിലും അജ്ഞയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയിക്കുന്ന വചനം. ഇതിങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുക പപ്പയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന വചനം. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എന്ത് വിചാരത്തോടെയാണ് അവർ ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ വചനം കൊണ്ട് നിറയണം. ഈ നമ്മുടെ സകല അന്ധകാരങ്ങളും നീക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകാൻ തുടങ്ങും. ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും മാറ്റാൻ തുടങ്ങി. അടുത്തൊരു ദീപം കത്തി ജ്വലിക്കാൻ തുടങ്ങി. വീണ്ടും 1, 2 ഈ 2 ദീപം കൂടി കത്തി കഴിയുമ്പോൾ ഈ പ്രകാശം വീണ്ടും വ്യാപരിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞില്ലേ, അവിടുന്ന് എൻ്റെ പ്രകാശം നിൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറയ്ക്കും. സകല അന്ധകാരങ്ങളും നീക്കപ്പെടും. അടുത്തൊരു ദീപമായിട്ട് സിസ്റ്റർ അടുത്ത ദിവസം വരുവാണ്. എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വര. അതിൻ്റെ 37:7 ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ഒരു കിരികിരാ ശബ്ദമുണ്ടായി, വേർപെട്ട് പോയ അസ്ഥിയെല്ലാം കൂടി ചേർന്നു. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പന്തത്തെ ഊതി കത്തിക്കാൻ തുടങ്ങി. ഈ തിരിയെ ഊതി കത്തിക്കാൻ തുടങ്ങി. കത്തിച്ച് ഒരു പന്തം പോലെ കത്തിക്കാൻ തുടങ്ങി. എന്നും ജവമാലയൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കും. അവിടുന്ന് തന്നെ ആ വചനം അയച്ചു. എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വരയിൽ ആ കിരികിരാ ശബ്ദത്തോടെ അസ്ഥിയെല്ലാം കൂടി ചേർന്നല്ലോ. എൻ്റെ കർത്താവേ, ആ വചനത്തിൻ്റെ ശക്തി ഈ അപ്പൻ്റെ ദേഹത്തോട്ട് അയക്കണമേ, അപ്പൻ്റെ ശരീരത്തോട്ട് അയക്കണമേ, സൗഖ്യമായിട്ട് വ്യാപരിക്കണമേ, സൗഖ്യത്തിൻ്റെ ആത്മാവ് നിറയട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ സമയത്ത് കർത്താവിൻ്റെ അഭിഷിക്തരൊക്കെ പപ്പയുടെ തലക്കെ വെച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ശബ്ദം എൻ്റെ പപ്പയുടെ പുറത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. കിരികിരാ ശബ്ദം, ഈ വിറകമ്പൊക്കെ ഒട്ടിക്കുന്ന പോലെയോ കല്ലുകളൊക്കെ കുട്ടിയിടിക്കുന്ന പോലെയോ ഒരു ശബ്ദത്തോടു കൂടി ഈ ഒരു കിരികിരാ ശബ്ദമൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് ഒരു 1.5 വർഷം കഴിയുമ്പോൾ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കി. അപ്പം സ്കാൻ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ 2 മുതൽ 9 വരെ ഒരു കണ്ണി പോലും ഇല്ല, എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് 7 പോലെയൊക്കെ വളഞ്ഞിരിക്കുന്നു. ആ എക്സ്റേ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, എൻ്റെ സയൻസിൻ്റെ ബുദ്ധിയെ പോലും കടത്തിവിട്ടുന്ന റിസൾട്ട് എക്സ്റേ റിപ്പോർട്ടിൽ കണ്ടു. കാരണം ഈ ഒടിഞ്ഞു പോയ 8 കണ്ണികളും നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കാം, 1, 2, 3 എന്ന്. അത് ഒരു മരുന്ന്, ലേപനോ, ഔഷധമോ ഒന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന വചനമാണ്. ഈ വചനം കൊണ്ട മരുന്ന്, ലേപന, ഔഷധം ഒന്നും അല്ല രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യപ്പെടുത്തുന്നത്. അത് സൃഷ്ടിക്കുന്ന വചനമാണ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വചനമാണ്. അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, കൂടിച്ചേരട്ടെ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരും, സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടും. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഉൽപ്പത്തി 1:3 പറയുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഈ വെളിച്ചം സകല അന്ധകാരത്തെ നീക്കാൻ കഴിയുന്ന ശൂന്യതയിൽ, അല്ലേ, സകല അന്ധകാരത്തിൻ്റെ നടുക്ക് ആ ഒരു വെളിച്ചം ഉണ്ടാവട്ടെ, അല്ലേ. ആ വെളിച്ചമാണല്ലോ ക്രിസ്തു, അതാണല്ലോ വചനങ്ങൾ. ആ ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തിക്കണം. ദൈവമേ, ഈ ദിവ്യപ്രകാശം ഉൽപ്പത്തി 1:3 നീ തെളിച്ച ആ ദിവ്യപ്രകാശം ഞങ്ങളുടെ ചിന്തയിൽ നീ തെളിക്കണേ. ഞങ്ങളുടെ ചിന്തയിലെ സകല അന്ധകാരങ്ങളും നീങ്ങിപ്പോട്ടെ, നെഗറ്റീവ് ചിന്തകൾ വിട്ടുമാറിപ്പോട്ടെ, ഞങ്ങളുടെ ചിന്തയിലെ മാലിന്യങ്ങൾ നീങ്ങട്ടെ, ഭയങ്ങൾ നീങ്ങട്ടെ, എന്നെക്കുറിച്ച് ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു ചിന്ത വിട്ടുമാറിപ്പോട്ടെ, ഞങ്ങൾ രക്ഷപ്പെടില്ല എന്നൊരു ചിന്ത വിട്ടുമാറിപ്പോട്ടെ. ആ ചിന്തയ്ക്കുള്ളിൽ ഉൽപ്പത്തി 1:3 ദൈവത്തിൻ്റെ വചനം ചൂഴ്ന്നിറങ്ങട്ടെ. നമ്മുടെ നോട്ടത്തിലേക്ക് ഉൽപ്പത്തി 1:3 ദൈവത്തിൻ്റെ വചനം ഇറങ്ങട്ടെ. നമ്മുടെ കാഴ്ചകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കണ്ണിലേക്ക് നിറയട്ടെ. കേൾക്കേണ്ടത് കേൾക്കാനായിട്ട് നമ്മുടെ ചെവിക്കുള്ളിലേക്ക് ആ ഉൽപ്പത്തി 1:3 വചനത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ആ വചനത്തിൻ്റെ ദീപം കത്തി നമ്മുടെ ചെവിക്കുള്ളിൽ ജ്വലിക്കട്ടെ. ചെവിയുടെ സകല അന്ധകാരങ്ങളും നീങ്ങപ്പെടട്ടെ. നമ്മുടെ നാവിലേക്ക് ആ വചനത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. നമ്മുടെ നാവിനെ കത്തിക്കട്ടെ. ജ്വലിക്കുന്ന അതരം കൊണ്ട് നീ ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ സകല അന്ധകാരങ്ങളും നീക്കി ആ ജ്വലിക്കുന്ന അവൻ്റെ നാവിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം തീപ്പന്തം പോലെ പുറപ്പെട്ടു. ഏലിയയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ തീപ്പന്തം പോലെ ഓരോ വചനങ്ങളും കത്തി ഇറങ്ങട്ടെ.
നമ്മുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ, കരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ജോലി ചെയ്യുന്ന കരങ്ങളാണല്ലോ. സകല അന്ധകാരങ്ങളും നീങ്ങപ്പെടട്ടെ, ഉത്തരവാദിത്വമില്ലായ്മയൊക്കെ നീങ്ങപ്പെടട്ടെ, അതിൻ്റെ അന്ധകാരങ്ങളൊക്കെ നീങ്ങപ്പെടട്ടെ. അവിടെ ദൈവികമായൊരു പ്രകാശം വ്യാപരിക്കട്ടെ. ഉൽപ്പത്തി 1:3 ദൈവത്തിൻ്റെ പ്രകാശം ഇറങ്ങട്ടെ. പ്രഭാഷകൻ 17:9 പ്രകാശം ഇറങ്ങട്ടെ. മത്തായി 5:14 ദൈവത്തിൻ്റെ പ്രകാശം അതിലേക്കൊക്കെ വ്യാപരിക്കട്ടെ. നമ്മുടെ പാദങ്ങളിലേക്ക് യേശുവിൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം നിറയട്ടെ. ഇന്ന് വരെ നടന്ന് നീങ്ങാത്ത വഴികളിലൂടെയൊക്കെ നടന്ന് നീങ്ങാനായിട്ടുള്ള ദൈവിക പ്രകാശം ആ പാദത്തിന് ലഭിക്കട്ടെ. സകല അന്ധകാരത്തിൻ്റെ കെട്ടുകളുടെ മുകളിൽ കൂടി ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും ഇത് ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. സകല അന്ധകാരത്തിൻ്റെ കെട്ടുകളുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള ദൈവിക പ്രകാശം നമ്മുടെ പാദങ്ങളിൽ കർത്താവ് ചൊരിയട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലെ ഒരു കത്തുന്ന ഒരു വലിയൊരു തീപ്പന്തമായി തീഗോളമാക്കി മാറ്റട്ടെ. നമ്മൾ ഓരോ പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അതൊരു തീഗോളമാണ്. തീയുടെ മുമ്പിൽ നമ്മളൊക്കെ പണ്ടിങ്ങനെ തണുപ്പൊക്കെ അകറ്റാനായിട്ട് വിറകൊക്കെ ഇട്ട് തീ കത്തിക്കും. ഇതുപോലെ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ആ തീഗോളത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ നമ്മളിങ്ങനെ തീ പിടിച്ച് നമ്മുടെ ഹൃദയം കത്തട്ടെ. ഹൃദയം കത്തിയിട്ട് സങ്കീർത്തനൊക്കെ പറയുന്ന പോലെ പരിമള ധൂപം പോലെ എൻ്റെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. അങ്ങനെ ഹൃദയം കത്തണം. ആ കത്തുന്ന ഹൃദയത്തിൽ നിന്ന് അവിടെ കനൽ കത്തത്തുള്ളേ. ആ കത്തുന്ന കനലിൽ നിന്നുള്ള പ്രാർത്ഥനകളെ ഈ പരിമള ധൂപം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഹൃദയത്തെ കത്തിക്കാം. ഓരോ വചനം വെച്ച് നമ്മുടെ സകല അന്ധകാരത്തെ നമുക്ക് നീക്കാം. നമ്മുടെ ശരീരത്തെ ഒരു പ്രകാശമാക്കി നിർത്താം. അത് ഈ പറയ്ക്ക് കീഴിലല്ല, പീഠത്തിന് മുകളിലിരിക്കുന്ന വലിയൊരു പ്രകാശമായി നമുക്ക് മാറാം. നമ്മുടെ ഭവനത്തിൽ പ്രകാശം വ്യാപരിക്കട്ടെ. സകല നെഗറ്റീവ് കെട്ടുകളും അഴിയട്ടെ. നമ്മൾ ഒരു പ്രകാശമായി മാറട്ടെ. നമ്മുടെ ദേശത്ത് നമ്മളൊരു പ്രകാശമായി മാറട്ടെ. നമ്മുടെ ഇടവകയിൽ നമ്മളൊരു പ്രകാശമായി മാറട്ടെ. നമ്മുടെ രൂപതയ്ക്ക് നമ്മളൊരു പ്രകാശമായി മാറട്ടെ. നമ്മുടെ സഭയ്ക്ക് നമ്മളൊരു പ്രകാശമായി മാറട്ടെ. ലോകത്തിന് നമ്മളൊരു പ്രകാശമായി മാറട്ടെ. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശുനാഥൻ പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ ചെവിയിൽ മുടങ്ങട്ടെ. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇനി നീ അന്ധകാരത്തിൽ നടക്കേണ്ടവനല്ല, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. നീ പ്രകാശത്തിൽ നടക്കേണ്ടവനാ, പ്രകാശമായി മാറേണ്ടവനാ. ആ പ്രകാശമാക്കുന്ന ദൈവമേ, ഞങ്ങളെ നീ നയിക്കണമേ. ഞങ്ങളൊരു നിത്യപ്രകാശത്തിലേക്ക് നീ വഴി നടത്തണമേ. ആമേൻ.